പാമ്പുകൾക്ക് അങ്ങനെ പാമ്പാട്ടിയെന്നോ വാവാ സുരേഷെന്നോ ഒന്നുമില്ല. കടിക്കേണ്ട സർക്കിളിൽ കെട്ടിയാൽ കടിക്കുക തന്നെ ചെയ്യും, അതിന് യാതൊരു സംശയമില്ല. ഇവിടുത്തെ അണലിയുടെ വനമല്ല, തമിഴ്നാട്ടിലാണ് അണലിയുടെ വനം. സർപ്പം എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണ്. എല്ലാത്തിനെയും എല്ലാ എഴുതുക്കളെയും പാമ്പുകളെ സർപ്പം എന്ന് വിളിക്കും. പണ്ട് കാലത്ത് നമ്മൾ കണ്ട നാഗമാണിക്യം, ഈ നാഗമാണിക്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നതാണ്. ജുവൽസ് ഭൂമിയിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്ന സാധനമാണ്? ഒരിക്കലും ഇല്ല. ലോകത്ത് കല്ലുള്ള ഒരേ ഒരു ജീവിയും, അത് പാമ്പോ ആനയോ കടുവയോ സിംഹമോ ഒന്നുമല്ല, മനുഷ്യൻ മാത്രമാണ്. കിഡ്നി സ്റ്റോൺ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ കൃഷ്ണസർപ്പം, രാജവൻപാല. ഞാനൊക്കെ പാമ്പ് പിടിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഞാൻ പിടിക്കുന്ന പാമ്പുകളെ ഒരു 5-8 പാമ്പുകളെ ഒരു 10 പാമ്പുകളെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും വനം വകുപ്പിന്റെ ഓഫീസിനകത്ത് കയറി, ഓഫീസർ ഇരിക്കുന്ന റൂമിനകത്ത് കയറി ഡോർ ലോക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് ആത്മഹത്യ ചെയ്താലോ ഒന്നും ദൈവം ഞാൻ വിശ്വസിക്കുന്ന പാമ്പുകളാണ് സത്യമായിട്ട് ഞാൻ പറയുന്നത്. അല്ല, അത്രയ്ക്ക് മാനസിക പീഡനം ഉണ്ടെന്ന്. ഈ കഴിഞ്ഞ കൊറോണ സമയത്ത് ഞാൻ ഒരു വീഡിയോ എൻ്റെ കൗമുദി ടിവിയുടെ 1200 എപ്പിസോഡ് പിന്നിട്ട് പോകുന്ന സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞു, പാമ്പിൻ്റെ വനം, സ്നേക് വനത്തിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ നമ്മുടെ കൊറോണയുടെ ആൻറ്റിബോഡി നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു. അപ്പോൾ എന്നെ പരിഹസിച്ചു. എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, 10ാം ക്ലാസ്സും കുത്തി, അതിനെ പരിഹസിച്ച് കുറേ ആൾക്കാർ. ഇപ്പോൾ ആണുങ്ങൾ കണ്ടുപിടിച്ചു പാമ്പിൻ്റെ വനത്തിൽ നിന്ന് ആൻറ്റിബോഡി, കൊറോണ വരാതിരിക്കാനുള്ള മരുന്ന്, പ്രത്യേകൗഷധം കണ്ടുപിടിച്ചു. എന്നാലോചിക്കുന്നത്. അപ്പം ഞാൻ പറയുമ്പോൾ അത് വിദ്യാഭ്യാസത്തിലുള്ള വിവരമില്ല എന്ന് പറയും. അതിൻ്റെ ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഒന്ന്. രണ്ടാമത്തെ ദിവസം നിങ്ങൾക്കറിയാമോ, ഈ കഴിഞ്ഞ 2024, 2025 നമ്മളെ നാട്ടിൽ നടന്ന കാര്യമാണ്. എനിക്ക് വേറെ മീഡിയാസ് ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ 25 കുറുക്കന്മാരുടെ പോസ്റ്റ്മോർട്ടം നടത്തി. നിങ്ങളെവിടെയും വായിച്ചിട്ടുണ്ടോ? 24-25 കുറുക്കന്മാരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ 24 പേ ആയിരുന്നു എന്നുള്ളതാണ്. ഒരു വാർത്ത എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു വാർത്ത പുറത്ത് വന്നിട്ടുണ്ടോ? 24 പേ ഉണ്ട്. കാട്ടിൽ ജീവിക്കുന്ന കുറുക്കനാണ്. ഇപ്പം നാട്ടിലുള്ള ഡോഗുകളെ പിടിച്ച് നമുക്ക് വാക്സിനേഷൻ ചെയ്യാം. ഈ കാട്ടിൽ പോകുന്ന കുറുക്കനെ ഇതിങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നമുക്ക് ഇതുകൊണ്ട് മ്ലാവിന് കൊടുക്കും, പന്നിക്ക് കൊടുക്കും, കാട്ടുപോത്തിന് കൊടുക്കും, ഇതിനൊക്കെ കൊടുക്കും, ഇത് കടിച്ചു കൊടുക്കും. അപ്പോൾ ഇതിന് നമുക്ക് എന്തെങ്കിലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഒരു വാർത്ത വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതിനുള്ള മുൻകരുതൽ? ഞാനൊരു 15 വർഷങ്ങൾക്ക് മുന്നേ ഈ കാട്ടുപന്നികളെ പിടിച്ച് വന്ധ്യംകരിച്ച് കാട്ടിൽ വിടണമെന്നും പറഞ്ഞൊരു പേപ്പർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേപ്പർ എവിടെയൊന്നുമില്ല, ആർക്കും അറിയില്ല. അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ കോടിക്കണക്കിന് ഇവിടെ നഷ്ടം വരും. ഇന്ന് ഒരു സ്ഥലങ്ങളിൽ ഒരു പഞ്ചായത്തിലൊക്കെ 100-200 പന്നികളെ കൊല്ലുന്നത്, 2500 വെച്ച് നിങ്ങൾ കണക്കൂട്ടി വയ്ക്കുക. ഇതൊക്കെ നമ്മൾ ആദ്യം ഐഡിയപരമായിട്ട് ചെയ്യാത്തതുകൊണ്ടല്ലേ ഇതൊക്കെ നമ്മൾ നാട്ടിൽ നടക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എപ്പിസോഡും 2 എപ്പിസോഡും നിങ്ങൾക്ക് 10 എപ്പിസോഡിൻ്റെ തീരത്തില്ല. നിങ്ങൾ ഇന്ന് വേറെ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കൾക്ക് യഥാർത്ഥത്തിൽ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ കൂടി കൊടുക്കേണ്ടത്. ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. നമ്മുടെ നാട്ടിൽ പാമ്പ് കടി മരണം കൂടുന്നു, സമ്മതിക്കുന്നു. പാമ്പ് എവിടെ നിന്ന് വരുന്നു? ഈ 2026 മാത്രമാണോ ചൂട് കൂടിയിട്ടുള്ളത്? 2026 ചൂട് എത്ര വന്നു? 35 ഡിഗ്രിക്ക് താഴെയല്ലേ വന്നിട്ടുള്ളൂ. നമുക്ക് 36, 37 വന്ന കാലഘട്ടം ഉണ്ടായിട്ടില്ലേ? അന്നത്ര കടി ഉണ്ടായിട്ടുണ്ട്, അന്നത്ര മരണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാമ്പിൻ്റെ എണ്ണം കൂടിയെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം സിറ്റിക്ക് പോലത്തുള്ള സ്ഥലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ 39 വർഷത്തെ സർവീസിനിടയിൽ എനിക്ക് വലിയ മൂർഖൻ പാമ്പുകളെ കിട്ടിയിട്ടില്ല, ചെറിയ മൂർഖൻ പാമ്പുകളെ കിട്ടിയിട്ടില്ല, കോബ്രകളെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ തടിമാട സാധനങ്ങളെ കിട്ടുന്നു. ഒരു 2 വർഷത്തിന് ഇപ്പോൾ എവിടെ നിന്ന് കിട്ടുന്നു, എവിടെ നിന്ന് വരുന്നു എന്തെങ്കിലും പഠനങ്ങളുണ്ടോ, എന്തെങ്കിലും കണക്കുകളുണ്ടോ? ഒന്നുമില്ല. ഈ കടി കിട്ടുന്നതിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പിഴവുകൊണ്ട് മരണം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ട്രീറ്റ്മെൻറ്റിൻ്റെ പിഴവുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു പൗഡർ വാങ്ങുന്നു, അതിന് കാലാവധിയുണ്ട്. നിങ്ങൾ പാൽപ്പൊടി വാങ്ങുന്നു, കാലാവധിയുണ്ട്. നിങ്ങൾ എല്ലാത്തിനും കാലാവധിയുണ്ട്. ഈ മെഡിസിന് കാലാവധിയില്ലേ? പാമ്പ് കടിയേറ്റാൽ കൊടുക്കുന്ന പോളിവാലൻ്റ് എന്നറിയപ്പെടുന്ന ആൻറ്റിവെനത്തിന്, മിക്സഡ് ആൻറ്റിവെനം എന്നറിയപ്പെടുന്ന മരുന്നിന് 2 വർഷമേ കാലാവധിയുള്ളൂ. ഈ പർച്ചേസ് ചെയ്യുന്ന സമയം സാധനങ്ങൾ 2 വർഷം മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും കണക്കുകളുണ്ടോ? എന്തെങ്കിലും രേഖകൾ നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ല. ഇതിൻ്റെ റിയാക്ഷൻ കൊണ്ടല്ലേ പറഞ്ഞപ്പെടുന്നത്. ഈ മരുന്ന് 110 വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ച ആൻറ്റിവെനം അല്ലേ? ഈ മരുന്ന് 3 പ്രാവശ്യം, 4 പ്രാവശ്യം, 5 പ്രാവശ്യം റീഡെവലപ്പ് ചെയ്യേണ്ട സമയം കഴിഞ്ഞില്ലേ? ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അതിനൊക്കെയല്ലേ നമ്മൾ സമയം കണ്ടെത്തി, അതിനൊക്കെയല്ലേ പഠനങ്ങൾ കണ്ടെത്തേണ്ടത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഇപ്പോഴത്തെ എല്ലാ മന്ത്രിമാരും എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. ഞാൻ ആരെയും കുറ്റം പറയാറില്ല. തെറ്റുകുറ്റങ്ങൾ എല്ലായിടത്തും പറ്റാൻ സംഭവിക്കാം. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു ബൈറ്റ് കാണാൻ എനിക്കിടെ, അത് മുരളി സാറിൻ്റെ ഒരു ബൈറ്റ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ആരോ ബുദ്ധിയില്ലാത്തത് പറഞ്ഞു കൊടുത്തല്ലോ പുള്ളി പഠിച്ചിട്ട് പറയുന്നില്ല. പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കേരളത്തിൽ 0 ബൈറ്റ് പോളിസി എന്ന്. 0 ബൈറ്റ് പോളിസി ലോകത്തിൽ നടക്കുമോ? 0 പാമ്പുകടി ഇല്ലാത്തൊരു സംസ്ഥാനം ലോകത്ത് നടക്കുമോ? പക്ഷെ പാമ്പുകടി മരണമില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, വിശ്വസിക്കുക. അത് തിരുത്തേണ്ട സമയമാണ്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ
പാമ്പ് കടിക്കാതിരിക്കാൻ നിവർത്തിയില്ല. പക്ഷെ മരണം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എല്ലാവരും പറയുന്നത് 2025, 26, 27 ആകുമ്പോൾ മരണമില്ലാത്തൊരു കാലഘട്ടം ഇല്ല. 40-നടുത്ത് വരുമ്പോൾ നമ്മൾ കേരളത്തിൽ പാമ്പ് കടി മരണം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ കുറേ ഞാൻ എല്ലാ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ എനിക്ക് കോർഡിനേഷൻ ഉണ്ട്. കാരണം ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യവട്ട യൂണിവേഴ്സിറ്റിയിൽ ജന്തുശാസ്ത്ര വിഭാഗത്തിൽ ഉമ്മൻ സാറിൻ്റെ ഒരു യൂണിറ്റിൽ ഡോക്ടർ ദിലീപ്, ഇന്ന് അദ്ദേഹം സയൻറ്റിസ്റ്റാണ്. പിന്നെ നമ്മുടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവറിൻ്റെ ഡോക്ടർ, അങ്ങനെ കുറേ പേര് ചെയ്യുന്നുണ്ട്. ഒരു സാധനം കണ്ടുപിടിച്ചു. അതൊരു കിറ്റാണ്. നമ്മൾ പ്രഗ്നൻസി കിറ്റ് പോലെ ഒരു കിറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്ര പേർക്ക് അറിയാമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് ഇപ്പോൾ ലാബ് ടെസ്റ്റിന് പോയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പാമ്പടി അടിച്ചാലും മൂർക്കൻ കടിച്ചാലും അണലി അടിച്ചാലും ശങ്കുര്യം കടിച്ചാലും ഒക്കെ ഒറ്റ മരുന്നാണ്, പോളിവാലന്റ്. അതുകൊണ്ടാണ് ഡെത്ത് കൂടുന്നത്, സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഡെത്ത് കുറയ്ക്കാൻ പറ്റുന്ന ഒരു സാധനം ഈ കിറ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു പാമ്പടിച്ച ആളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ രക്തപരിശോധന 1 മണിക്കൂർ കഴിയുമ്പോൾ രക്തത്തിൻ്റെ രക്തത്തിലെ വെനമുണ്ടോ എന്ന് അറിഞ്ഞ ശേഷം അത് നമുക്ക് ആൻറ്റിവെനം കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സിംറ്റംസ് കാണിക്കണം. അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് ബ്ലഡിൽ ഉണ്ടാവില്ല. ടെസ്റ്റ് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മരുന്ന് റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ കിറ്റ് വിപണിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത കഴിഞ്ഞാൽ ഈ കിറ്റിലേക്ക് കടികിട്ടിയ ആളിൻ്റെ മുറിവിൽ നിന്നായിരുന്നാലോ എവിടെന്നെങ്കിലും ഒരു തുള്ളി ബ്ലഡോ ഒരു തുള്ളി യൂറിനോ കെട്ടിയാൽ ഇതിലേക്ക് ഡോട്ട് ചെയ്താൽ ഉടനെ വിത്തിൻ സെക്കൻഡ്സ് ഇത് ഏത് പാമ്പിൻ്റെ വെനമാണെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉടനെ ആ മരുന്ന് നമുക്ക് അതിൽ ആ ആളിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കൊരു 40-ഒന്നും പോയില്ല, ഒരു 30-32 കാലഘട്ടമൊക്കെ ആകുമ്പോൾ നമ്മുടെ കേരളത്തിൽ പാമ്പടി ഡെത്ത് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഈ കിറ്റ് നമുക്ക് വിപണിയിലെത്തി ഡെവലപ്പായി നന്നായി വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒട്ടുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ ഓരോ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇവിടെ അണലിയുണ്ട്. ഇവിടുത്തെ അണലിയുടെ വനമല്ല തമിഴ്നാട്ടിലെ അണലിയുടെ വനം, വേരിയേഷനുണ്ട്. രാജസ്ഥാനിൽ, മഹാരാഷ്ട്രയിൽ, ഗുജറാത്തിൽ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, നമ്മൾ ഒരേ ഒരു സ്ഥലത്തു നിന്ന് മാത്രമാണ് ഇന്ത്യയിൽ സ്നേക്ക് വനം മിൽക്ക് ചെയ്യുന്നത്. അത് ചെന്നൈയിൽ ഇരുള സമുദായ സൊസൈറ്റിയുടെ അതിൽ നിന്ന് മാത്രമാണ് ചെയ്യുന്നത്. അവിടുത്തെ പാമ്പുകളിൽ നിന്നാണ് വനം എടുക്കുന്നത് തമിഴ്നാട്ടിൽ. ഈ സാധനം മെഡിസിനാക്കി ഇന്ത്യ ഒട്ടുക്ക് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലും പരാജയമാണ്, ഡെത്ത് കൂടുന്നു. നമ്മൾ അതേത് സംസ്ഥാനം, ഇപ്പം നമ്മൾ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 3-4 സംസ്ഥാനങ്ങളിൽ ഒരേ വനമായിരിക്കും. എങ്കിൽ ആ 3-4 സംസ്ഥാനങ്ങൾക്ക് ഈ ഒരു മെഡിസിൻ തന്നെ ഉപയോഗിക്കാം. അങ്ങനെയും കൂടി ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിൽ നിന്ന് മരണത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ പോകുന്നില്ല, മരണത്തിൽ നിന്ന് പിന്നോട്ട് വരാൻ പോകുന്നില്ല, മുന്നോട്ടേ പോകും. പിന്നെ എനിക്കൊരു തമാശ ചിരി വരുന്നു കേട്ടോ. കാരണം വെച്ചാൽ കുറേ ഒരു 2000 ഞാനൊക്കെ പാമ്പ് പിടിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു പുതിയ സംഘടന വന്നിട്ടുണ്ട്. അവരുടെ പേരെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചാനലിൽ കൂടെ പറഞ്ഞ് പബ്ലിസിറ്റി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ വന്നപ്പോൾ അവർ പറഞ്ഞത് 0 ബൈറ്റ് പോളിസി, പാമ്പ് പിടുത്തക്കാർക്ക് കടിയില്ലാത്തൊരു കാലഘട്ടം. എനിക്ക് കടി കിട്ടുമ്പോൾ മാത്രം അവർ ആഘോഷിക്കും. പാമ്പ് കടി ഇനി അങ്ങോട്ട് ഒരു പാമ്പ് പിടുത്തക്കാരനും കടി കിട്ടത്തില്ല എന്ന് പറഞ്ഞു. കടി കിട്ടത്തില്ല എന്ന് പറഞ്ഞ് 2022 തുടങ്ങിയ ഒരു ബലൂൺ, അത് എപ്പോഴും പൊട്ടാവുന്നൊരു ബലൂൺ, ആ ബലൂണിൻ്റെ പിറകെ സഞ്ചരിച്ച പൊട്ടന്മാർക്ക് 147 പേർക്ക് കടി കിട്ടിയെന്നുള്ള. ഞാൻ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് 2006 ഞാനാണ് ട്രെയിനിങ് കൊടുക്കുന്നത് ആദ്യമായിട്ട്. ഇന്ന് വരെ ഒരു വനം വകുപ്പുകാർക്കോ ഒരു പോലീസുകാർക്കോ ഒരു പട്ടാളത്തുകാരനോ ഒരു ഫയർഫോഴ്സുകാർക്കോ കടി കിട്ടിയില്ല ഇന്ന് വരെ, ഈ നിമിഷം വരെ. 2006 തുടങ്ങിയ സംരംഭമാണ്, ഒരാളിനും കടി കിട്ടിയിട്ടില്ല. 2021 നമ്മുടെ കൊല്ലം ജില്ലയിൽ അഞ്ചലിൽ താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്ന വനം വകുപ്പിൻ്റെ ജീവനക്കാരൻ ഹേമന്ത് രാജഗോപാലിൻ്റെ കടി കിട്ടി. ജീവിച്ചിരിപ്പുണ്ട്, നല്ല കടി അല്ലാത്തതുകൊണ്ട് ഏകദേശം 1 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പുള്ളിക്കാരൻ സാധാ ആൻറ്റിബയോട്ടിക് കൊടുത്ത് രക്ഷപ്പെട്ട് നാട്ടിൽ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. പുള്ളിയെ പഠിക്കേണ്ടതല്ലേ, പുള്ളിയെ പഠനമാക്കേണ്ടതല്ലേ? ഒളിച്ചു വെച്ചിരിക്കുന്നു ഈ പറഞ്ഞ കഥാപാത്രം, നാണക്കേട് വായിന്നിട്ട്. ഇനി വേറൊരു കാര്യമുണ്ട്, അറിയാമോ? ഈ കഴിഞ്ഞതിൻ്റെ മുമ്പലത്തെ വർഷം 2024 ട്രിവാൻഡ്രത്ത് രാജഗോപാൽ അടിച്ചു. പാലോട് ആറാട്ടിലെ താൽക്കാലിക ജീവനക്കാരൻ ഡ്രൈവറിന് കടികിട്ടി. ഞാൻ വാർത്തയാക്കുമെന്ന് പേടിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഒരുത്തൻ്റെ ജീവൻ വെച്ച് കളിക്കാറില്ല. വാർത്തയാക്കുമെന്ന് പേടിച്ചിട്ട് ഇത്രയും നല്ല ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നിട്ട് കൊല്ലം ജില്ലയിൽ നമ്മുടെ ESIയിൽ കൊണ്ടുപോയിരിക്കുന്നു. നമ്മുടെ പാരിപ്പള്ളി ESI കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത്. ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ആ കൊണ്ടുപോയി അമ്മരെ പേരിൽ വധശ്രമത്തിന് കേസെടുക്കണ്ടേ? 307 വകുപ്പ് ചേർത്തണ്ടേ? ഈ കൊലയ്ക്ക് കൊടുക്കാനല്ലേ അവിടെ കൊണ്ട്. പക്ഷേ ഭാഗ്യം കൊണ്ട് നല്ല കടി എല്ലാത്തിൻ്റെ പുള്ളി ഇന്ന് ജീവിച്ചിരിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് എല്ലാവരും റെഫർ ചെയ്യുന്നത്, ട്രിവാൻഡ്രത്തേക്ക് മെഡിക്കൽ കോളേജ്. ഇനി വേറെ തമാശ അറിയാമോ? ഏഷ്യയിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് ഏതാ? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജാ. നമുക്ക് മാനമില്ലാത്തതുകൊണ്ടാണ് 1-2 കേസ് വരുമ്പോൾ അതിനെ മാത്രം നമ്മളെല്ലാവരും എടുത്ത് വാർത്തയാക്കുന്നു. അതാണ് നമ്മുടെ നാട്ടിലൊരു നാശം.
അതുകൊണ്ട് ഇതിന് ആളുകൾ പേടിച്ചാണ് വരുന്നത്, പേടിച്ചിട്ട് ഭയന്നിട്ട് അതുകൊണ്ട് പ്രൈവറ്റിൽ പോകുന്നു. പ്രൈവറ്റിൽ പോകുമ്പോൾ വീണ്ടും പ്രമാണം കൂടെ കൊണ്ടാണ് പോകുന്നത്. ഇനി ഹെൽത്ത് കാർഡ് ഇല്ലാത്തവൻ. ഇന്നലെ ഒരു അപകടമുണ്ട്, ഒരു കടി കിട്ടി കൊല്ലത്ത് ഉപാസനയാണെന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെന്റ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ അവർ നേരെ ഇവിടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അവരുടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് വേറൊരു വലിയ ഹോസ്പിറ്റലിൻ്റെ പേരാണ്, പേര് എന്തായാലും നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവിടെ കൊണ്ടുപോകണമല്ലേ നല്ലതെന്ന് വെച്ചു. നിങ്ങൾക്ക് സാമ്പത്തികമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ പറയാൻ കാരണം ഒരു 12 വർഷങ്ങൾക്ക് മുന്നേ ഈ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തൊരു ഒരമ്മ ഒരു വീട്ടിൽ രാവിലെ ചമ്മന്തി എന്തോ ചട്നി എന്തോ അരച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ എന്തോ കടിച്ചു. ആ കായലിൻ്റെ തീരമാണ്. അമ്മ എന്ത് ചെയ്തത്, മാളത്തിൽ കയറിപ്പോയി പാമ്പിനെ അതിനകത്തച്ചങ്ങ് അടച്ചു. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അഡ്മിറ്റായി. 2,80,000 ബില്ലായി. 10 ദിവസം കിടന്നു. 10 ദിവസമായിട്ട് കിടന്നു. അമ്മ വീട്ടിൽ വന്നപ്പോൾ അമ്മയ്ക്കൊരു സംശയം, ബാബാത്തൂരച്ച് അടുത്തല്ലേ, മോനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. ഞാനവിടെ ചെന്നു. അമ്മ അടച്ചു വെച്ച മാളം പൊളിച്ചപ്പോൾ അങ്ങ് പാമ്പ് 10 ദിവസം അതിനകത്ത് ശ്വാസം കിട്ടാതൊക്കെ ഇരുന്നു. ശ്വാസം കിട്ടി, അതുകൊണ്ട് അവൻ ഇരുന്നു. പൊളിച്ചു നോക്കിയപ്പോൾ നീർക്കോലിയായിരുന്നു, വാട്ടർ സ്നേക്ക്. 50 രൂപയുടെ TT എടുത്താൽ മാത്രം മതിയത്തെ സാധനത്തിന് 2,80,000 രൂപ. ഇനി ഇതിനിടയ്ക്ക് വേറെ കേസുണ്ടായി ട്രിവാൻഡ്രത്ത്. ഒരു ഡോക്ടർ ഒന്നും എല്ലാ നാട്ടിലുള്ള മൊത്തം കാര്യങ്ങളെക്കുറിച്ച് വിമർശിക്കും. മൊത്തം പുള്ളി മാത്രം പറയുന്നതാണ് ശരി, ബാക്കിയൊന്നും ശരിയല്ല. അതേ ഹോസ്പിറ്റലിൽ ചേരക്കുഞ്ഞ് മേടിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ പറയുന്നുണ്ട് എന്നെ കാണും. ഇനി മിക്കവാറും മരുന്ന് ലോബിക്കാരെല്ലാവരും കൂടി മിക്കവാറും എന്നെ വല്ല ലോറിയും കയറ്റി കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ മരുന്ന് ലോബിയുടെ അഴിഞ്ഞാട്ടത്തിന് നമ്മുടെ പല ആൾക്കാരും കൂട്ടു നിൽക്കുന്നു, അത് ഉറപ്പാണ്. അത് മാറാതെ നമ്മളെ ഇവിടെ ആളുകളെ ഒരു സുരക്ഷിതമായിട്ട് ജീവിപ്പിക്കാൻ നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട, ഉറപ്പാണ്. മരുന്ന് റീഡെവലപ്പ് ചെയ്യണം. മരുന്നിനെ റീഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ അപകടമാണ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ഗ്ലോബൽ വിഷനിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, പാമ്പ് കടിയേറ്റാൽ ഒരുപാട് തെറ്റായ ധാരണകൾ പറഞ്ഞു പരത്തുന്ന അറിവുള്ളവരുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിക്ക് പാമ്പടിയിട്ട് കുട്ടിയുടെ കയ്യിൽ കെട്ടി ഇങ്ങനെ വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ഷൗട്ട് ചെയ്തു. അവരുടനെ എന്നെ വിളിച്ച് എൻ്റെ കിടപ്പുണ്ട് വോയിസ് റെക്കോർഡ്. കടി കെട്ടിയാൽ കെട്ടി വെച്ചിട്ട് ഉയർത്തി വെക്കണമെന്ന് അറിയില്ലേ, ഉയർത്തി വെക്കണം. അപ്പോൾ അവൻ്റെ ഹോസ്പിറ്റലിൽ എത്തൂലല്ലോ, അതിന് മുന്നേ കുട്ടിക്ക് മൂക്കി പഞ്ഞി വയ്ക്കുമല്ലോ. ഇപ്പം കയ്യിൽ കടികെട്ടി ഉയർത്തി വെച്ചാൽ എന്താ സംഭവിക്കും, നമ്മൾ കെട്ടിയെന്നിരുന്നോട്ടെ, ഓക്കെ കെട്ടി, എത്രത്തോളം കെട്ടാൻ പറ്റും. അപ്പോൾ എന്താ പെട്ടെന്ന് താഴേക്ക് സഞ്ചരിച്ച് ഹാർട്ടിനെ ബാധിക്കുന്ന കോബ്രയുടേതാണെങ്കിൽ ഹാർട്ടിലേക്ക് വന്ന് പെട്ടെന്ന് അറസ്റ്റ് ഉണ്ടാകും. തലച്ചോറിലേക്ക് പോകുന്നതാണെങ്കിൽ പെട്ടെന്ന് അപകടം ഉണ്ടാകും. കിഡ്നിയിലേക്ക് പോകുന്ന അണലിയുടെ ആണെങ്കിലോ എല്ലാം അപകടമല്ലേ. ഒരിക്കലും പാടില്ല. കൈ കെട്ടി വെക്കണം. അത് ഉയർത്തി വെക്കുകയല്ല വേണ്ടത്. നമ്മളെപ്പോഴും കെട്ടുമ്പോൾ നമ്മൾ പാമ്പ് കടിയേറ്റ ആളിനെ പിടിച്ച് ഇരുത്തുക, നടക്കാനോ കിടക്കാനോ സമ്മതിക്കരുത്. ഒന്ന് അയാളുടെ മെൻ്റൽ ടെൻഷൻ മാറ്റുക. അദ്ദേഹം ഭയന്നിരിക്കണം. അപ്പോൾ പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് മാറ്റി തമാശ എന്തെങ്കിലും പറഞ്ഞ് അദ്ദേഹത്തിന് അതിൽ നിന്ന് മാറ്റുക. അപ്പോൾ ഇതിനെ നിങ്ങൾ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിനുശേഷം പിടിച്ച് ഇരുത്തണം. അതിനുശേഷം ഒരിക്കലും കെട്ടുക എന്നാൽ ആ വാക്കിൻ്റെ അർത്ഥം രക്തഓട്ടം തടയുക എന്നല്ല, രക്തഓട്ടം കുറയ്ക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ പിടിച്ചിരുത്തിയതിന് കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത്. കത്തിയോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത്. നിങ്ങളോ അദ്ദേഹമോ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏതാണോ അത് 2 പേരിലും 3 പേരിലും വീതിക്ക് നല്ല നീളത്തിന് കയറിയെടുക്കുക. നമ്മുടെ കൈ ഇങ്ങനെ നിവർത്തിയാൽ ഇവിടെയാണോ കടിയേറ്റത് അവിടെ 1 അകലം എടുക്കുക. അതിന് മേളിലേക്ക് ആ വീതിയുള്ള തുണി ഉപയോഗിച്ച് ചുറ്റിക്കെട്ടുക. ഒരു കാരണവശാലും ടൈറ്റ് ആക്കരുത്. രക്തോട്ടം കുറയത്തക്ക രീതിയിൽ കെട്ടുക. വീണ്ടും 1 കഷ്ണം തുണിയുടെ കയറി കുറച്ചുകൂടെ മേളിൽ, എവിടെ കാലിലായാലും കയ്യിലായാലും കുറച്ചുകൂടെ മേളിലോട്ട് കെട്ടുക. കയ്യിലാണ് കടിയേറ്റാൽ തൂക്കിയിടരുത്. തൂക്കിയിട്ട് നമുക്ക് തൂക്കിവിട്ട് നീര് വെക്കും. നീര് വെച്ച് ചിലപ്പോൾ നമുക്ക് ആംബിയൂട്ട് ചെയ്യേണ്ടി വരും, മുറിക്കേണ്ട സാഹചര്യം. കാരണം അതിൻ്റെ തെളിവാണ് നമ്മുടെ ആലപ്പുഴയിൽ, നിങ്ങളുടെ തൊട്ടടുത്ത് ആലപ്പുഴയിൽ ഒരു മനോജ് മഹാദേവൻ, വളരെ കഷ്ടമാട്ടോ അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹം സൗദിയിലായിരുന്നു. അദ്ദേഹം അമ്പലപൂജാരിയൊക്കെ ആയിരുന്നു നാട്ടിൽ. സൗദിയിൽ നിന്ന് മടങ്ങിയായിട്ട് വർഷം ഇരുന്നിട്ട് തിരിച്ചു വന്ന് ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ വന്ന സമയത്ത് അദ്ദേഹം വൈകുന്നേരം കളിക്കുന്ന ബാസ്കറ്റ് ബോളോ കളിക്കുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഒരു കൂട്ടുകാരായിട്ട് ഒന്ന് വല കെട്ടാൻ വേണ്ടി വല എടുക്കാണ്ട് പോയപ്പോൾ വലയിൽ അണലിയിരുന്നു. കാലി കടിച്ച് ഞങ്ങൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കടിച്ചു. ആലപ്പുഴ ഹോസ്പിറ്റലിൽ വണ്ടാനത്ത് പോയി ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം അന്ന് ചെന്നപ്പോൾ ആ മുറിവിൽ കെട്ടി വെച്ചൊരു കെട്ടുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ആ മുറിവിൽ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ഒരു നാറ്റം സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഭാര്യയ്ക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ അവർ ഈ കെട്ടഴിച്ചു വാങ്ങി. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഇത് അവിടെ ചെന്ന് അഴിക്കാമെന്ന് പുള്ളി അഴിച്ചു നോക്കിയപ്പം ഇതെല്ലാം പഴുത്ത് അളിഞ്ഞിരിക്കുന്നു. പാവം. അത് അവർ ഉടനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുത്തെ കുറേ സാറന്മാർ ഡോണ്ട് വറി, നോ പ്രോബ്ലം, ഇതൊക്കെ ഞങ്ങൾ എപ്പോൾ ശരിയാക്കി തന്നു എന്ന് ചോദിച്ചായിരുന്നു. ചെന്ന് 8 ലക്ഷം രൂപ കെട്ടി വയ്ക്കാൻ പറഞ്ഞ് കെട്ടി വെച്ചു. മുട്ടിൻ്റെ താപ്പ വെച്ച് മുറിച്ച് മാറ്റി കൊടുത്തു. ഒരാഴ്ചയോടെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ പഴുപ്പ് മേപ്പോട്ട് കയറി.
ഒരു 8 ലക്ഷം കൂടെ കെട്ടി വെച്ച് കുറച്ചുകൂടെ മേപ്പോട്ട് മുറിച്ച് മാറ്റി. അങ്ങനെ മൊത്തത്തിൽ ആ കാല് തുടയറ്റം വരെ വെച്ച് ശരിയാക്കി കൊടുത്ത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. 28 ലക്ഷം രൂപ വാങ്ങി. ഇപ്പോൾ പാവപ്പെട്ട മറ്റേ 3 വീലുള്ള സൈക്കിളിൽ ഉപജീവനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു നമ്മുടെ നാട്ടിൽ. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ഒരു സാഹചര്യം വനംവകുപ്പിന് കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. ഞാൻ കുറേ പ്രശ്നങ്ങളുണ്ടാക്കി. ചേട്ടാ, ഈ പാമ്പുകളുടെ പേരിൽ അന്ധവിശ്വാസങ്ങളുണ്ട്, അമ്പലങ്ങളുണ്ട്. നമുക്ക് ഈ മണ്ണാർശാല, വെട്ടിക്കോട്ട് എന്ന് പറയുന്ന അമ്പലങ്ങളുണ്ട്, സർപ്പങ്ങള്. ഞാനൊരു ഇൻസിഡന്റ് പറയാം. ഇപ്പം എൻ്റെ വീട്ടിൽ കാവുണ്ട്. അപ്പം എല്ലാ മാസവും അവിടുത്തെ ആർക്കെങ്കിലും പീരീഡ് ആകുമ്പോൾ ഒരു പാമ്പ് ആ വീട്ടിനുള്ളിൽ കയറും. സ്ഥിരമാണ്. എല്ലാ മാസവും ഒരു പാമ്പ് എവിടെയെങ്കിലും കയറും. അപ്പം ഇതിന് പുറകെ നമുക്ക് അന്ധവിശ്വാസമാണെന്ന് പറയുന്നതിലും നമുക്ക് വിശ്വസിക്കാൻ എന്തെങ്കിലും ഒരു കാര്യമില്ലേ? നല്ല കാര്യം, നല്ല ചോദ്യമാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് അനിവാര്യമാണ്. അത് ഭൂമി ഉള്ളിടത്തോളം, ഉണ്ടായ കാലം തൊട്ട് അനിവാര്യമാണ്, ഉള്ളിടത്തോളം കാലം അനിവാര്യമാണ്. പിന്നെ ഇതില്ലാത്തവർക്ക് ഇപ്പം ഞാൻ ചോദിക്കുന്നത്, പണ്ട് എനിക്കൊരു ഓർമ്മ വരുന്നത് ഒരു നേതാവ്, പുള്ളിക്ക് വിശ്വാസമൊന്നുമില്ല, പുള്ളി വിശ്വാസം ഇല്ലെന്നൊക്കെ പറയും. പക്ഷേ പുള്ളിയുടെ വൈഫിനെ കൊണ്ട് അമ്പലത്തിൽ കൊണ്ട് കയറ്റിയിട്ട് പുറത്തിരിക്കും. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിച്ചു, അങ്ങേക്ക് അമ്പലത്തിൽ വിശ്വാസമില്ല, ഒന്നിലും വിശ്വാസമില്ല, അപ്പോൾ അങ്ങയുടെ ഭാര്യ അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങ് എന്തിനാണ് കൂടെ പോകുന്നത് വെച്ചു. ഇപ്പം ഞാൻ പോയാൽ പ്രശ്നമാണ്, എൻ്റെ ഭാര്യയെ പോയാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. എനിക്ക് വേണ്ടിയില്ല പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ജനങ്ങളെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഈഗോ, ഞാൻ വിശ്വാസിയാണെന്ന് അവരെ വിശ്വാസങ്ങൾ വിശ്വസിക്കാൻ പാടില്ല അവരെ രാഷ്ട്രീയ മേഖലയിൽ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിന്, എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടിയില്ല പ്രാർത്ഥന, ആ പ്രാർത്ഥന എനിക്കല്ലേ കിട്ടുകയുള്ളൂ. അപ്പോൾ വിശ്വാസമില്ലെന്ന് പറയാൻ പറ്റും? അവർ വിശ്വാസം ഇല്ലെന്ന് പറയുന്ന ടീമുകളാണ്. പോട്ടെ, നല്ല ചോദ്യമാണ്. പക്ഷെ പാമ്പ് ഒരു മാസത്തിലൊരിക്കൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു ചേര നിർഭാഗ്യവശാൽ ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ നിങ്ങൾ പറഞ്ഞ പീരീഡ് സമയത്ത് വീട്ടിലേക്ക് വന്ന് തീറ്റി പിടിക്കാൻ വരുന്നു. ഒരു വലിയ എലിയാണ് പിടിച്ചത്. അത് മിനിമം 2-3 ആഴ്ച കഴിഞ്ഞ് അത് ദ്രവിച്ച് പൂർണ്ണമായിട്ട് പോവുക. അടുത്ത ടൈമും നിർഭാഗ്യം കൊണ്ട് ഈ ടൈമിനാണ് അടുത്ത് വീണ്ടും ഭക്ഷണം തേടി വരുന്നത്. അങ്ങനെയാണ് നമ്മളെ എന്താ പറയുക, പ്രകൃതിയായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. പക്ഷെ വിശ്വസിക്കുന്നവർക്ക് എന്താ പറയുക, നമ്മൾ ഇതിനെല്ലാം കെട്ടപ്പെട്ട് വെച്ച് നമ്മൾ മുന്നോട്ട് ആരാധിച്ച് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തെറ്റൊന്നുമില്ല. അത് അനിവാര്യമായിട്ട് പ്രാർത്ഥന വേണം, പാമ്പിനെ ആരാധിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നല്ല ഡോക്ടർമാരെ ദൈവമായിട്ട് കാണാറുണ്ട്, മറുവശത്ത് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഡോക്ടർമാരുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പണ്ടത്തെ കാര്യത്തിൽ പറഞ്ഞെങ്കിൽ ദേവന്മാരും അസുരന്മാരും ചിന്തിക്കുന്നത്. പാമ്പുകളിൽ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആരാധിക്കാനുള്ള പ്രാധാന്യം പറഞ്ഞത് ഗുരുദേവൻ്റെ തത്വങ്ങളാണ്. എല്ലാവരെയും ഒരേപോലെ കാണും. ഒരമ്മയുടെ മക്കളായിട്ട് കാണാൻ പറ്റുന്ന ഒരു ദൈവമാണ് ഏകദൈവം. അത് പാമ്പുകൾക്ക് മാത്രമേ കഴിയൂ ഭൂമിയിൽ, എല്ലാവരെയും നിഴലായിട്ട് കാണാൻ പറ്റും. രണ്ടാമത്, ഇത്രയും ഔഷധമുള്ളൊരു സാധനം, മനുഷ്യൻ്റെ മരണത്തിൽ നിന്ന് മനുഷ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഇത്രയും ഔഷധം കൊണ്ടു കിടക്കുന്നത് അത്ഭുത പ്രതിഭാസം. രണ്ടാമത്, നമ്മൾ ഒരു റിസർച്ച് ഇല്ലാത്ത കാലഘട്ടത്തിൽ 2 തരമുള്ള പാമ്പുകളെ, 5 തരമുള്ള പാമ്പുകളെയൊക്കെ നമ്മൾ ഹൈന്ദവ ആചാരപ്രകാരം ആരാധിച്ചിരുന്നു. അതാണോ ഈ സർപ്പം? സർപ്പം എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണ്. എല്ലാ എഴുജന്തുക്കളെയും പാമ്പുകളെ സർപ്പം എന്ന് വിളിക്കും. വയറുരയുന്ന എന്നൊക്കെ പല അർത്ഥങ്ങൾ സംസ്കൃതത്തിലുണ്ട്. പിന്നെ സർപ്പം എന്ന് വിളിക്കുന്നത് മൂർഖന്മാരെയാണ്. വേറൊരു പ്രത്യേകതയുള്ളത്, ഇപ്പം നമ്മൾ എന്താ പറയുക, ഇതിനെ ആരാധിക്കുന്നത് കൊണ്ടല്ല ഇതൊന്ന് ഭൂമിയിലുള്ളത്. ഈ ആരാധിക്കാൻ കാരണം എന്താണ്, അതന്വേഷിക്കാറുണ്ട്. പണ്ട് നമുക്ക് കർഷകരുണ്ടായിരുന്നു, പാടം കൊയ്യാനൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ഞാറ് നട്ട് നെല്ലായി വരുമ്പോൾ നെല്ല് നശിപ്പിക്കാൻ എലി വരും. ഈ എലി വന്ന് വയറ് നിറച്ച് നെല്ല് തിന്നിട്ട് അവിടെ മാളം ഉണ്ടാക്കി അവിടെ ജീവിക്കും. അപ്പോൾ കരയിൽ ജീവിക്കുന്ന പാമ്പുകൾ ഇവനെ പിടിക്കാനായിട്ട് നേരെ ഞാറിൻ്റെ ഇടയിലേക്ക് വന്ന് ഇവനെ പിടിച്ചിട്ട് ഫുഡാക്കിയിട്ട് അവിടെ കിടക്കും. അപ്പോൾ പാവപ്പെട്ട കർഷകർ ഇതറിയുന്നില്ല. അവർ വന്ന് കൊയ്യുന്ന സമയത്ത് കടി കിട്ടുന്ന അപകടം ഉണ്ടാകും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ നാട്ടുരാജാക്കന്മാരുടെ ആടെയോ തലയിൽ ഉദിച്ചതാണ് ഒരു ഭാഗം, പ്രകൃതിയുടെ ഭാഗമാണ് ഞാൻ പറയുന്നത്. ആരാധിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ കർഷകരെ രക്ഷിക്കാനായിട്ട് ഉത്തരവാദിത്തമുള്ളൊരു നാടുവാഴി വിചാരിച്ചു പാമ്പിനെ കരയിലേക്ക് ആകർഷിക്കാം. അല്ലെങ്കിൽ വേനൽ സമയത്താണ് കൊയ്ത്തുണ്ടാവും. അപ്പോൾ എലിക്ക് വെള്ളം വേണം. അപ്പോൾ പാലായിട്ടൊരു സാധനം കരയിലേക്ക് വെക്കുന്നു. പാല് വെള്ളമാണ്. അപ്പോൾ ആ പാല് കുടിക്കാനായിട്ട് എലി വരും. എലി വന്ന് ഇവിടെ വെള്ളം കുടിച്ചിട്ട് അവിടെ മാളം ഉണ്ടാക്കി അവിടെ വസിക്കും. അപ്പോൾ കൊയ്ത്ത് സ്ഥലത്ത്
വരുന്ന പാമ്പുകൾ നേരെ ഇങ്ങോട്ട് വരും. ഓ. അപ്പോൾ കൊയ്യുന്നവർക്ക് അപകടം ഉണ്ടാകുന്നില്ല. അപ്പോൾ പിറ്റേന്ന് അവർ നാടുവഴി വരുന്ന സമയത്ത് പാല് കുടിച്ചിരിക്കുന്നു, എലിയെ കാണുന്നില്ല. അവിടെ വരുമ്പോൾ മാളത്തിൽ നിന്ന് പാമ്പ് തലയിട്ടിരിക്കുന്നു. അപ്പോൾ പാമ്പായിരിക്കും പാല് കുടിച്ചത്. അപ്പോൾ അതിനെ പവിത്രമായ മഞ്ഞളും കൂടി അവിടെ അഭിഷേകം ചെയ്യുമ്പോൾ പാമ്പിനെ അവിടെ ആരാധിക്കാൻ തുടങ്ങി അന്ന് മുതൽ. അതിന്ന് നമ്മൾ പ്രകൃതിയിലേക്ക് കൊണ്ടുവന്നതാണ്. അതാണ് യഥാർത്ഥം. പക്ഷെ അതിലൊരു മിത്ത് വന്നു. ആ മിത്ത് അനിവാര്യമാണ്. മിത്ത് അനിവാര്യമായതുകൊണ്ടാണ് നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ കണ്ടത് നാഗമാണിക്യം. ഈ നാഗമാണിക്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിരി വരും. എന്താണെന്ന് പറയുന്നത്, ഈ അടുത്ത കാലത്ത് രാജസ്ഥാനിലൊരു പാമ്പിനെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് തല കീറിയിട്ട് ഒരു കറുത്ത കല്ലെടുക്കുന്നു, സാളഗ്ര. നിങ്ങളൊന്ന് ആലോചിച്ച് തല കീറുമ്പോൾ ബ്ലഡ് വരുന്നില്ല, തലച്ചോറ് കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഫൈബറായിട്ടുള്ള പാമ്പിൻ്റെ സ്കിന്നിനെ വാങ്ങിച്ച് ഒട്ടിച്ചിട്ട് അതിനകത്ത് ഒരു കല്ല് വെച്ചിട്ട് അത് കീറിയെടുക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അതുപോലെ നമ്മുടെ പുരാണങ്ങളിൽ നാഗമാണിക്യം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. നാഗമാണിക്യം എന്ന് പറഞ്ഞ സാധനം, മാണിക്യം മീൻസ് ജുവൽസ്. ജുവൽസ് ഭൂമിയിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്ന സാധനമാണ്? ഒരിക്കലുമില്ല. പിന്നെ ചിപ്പിക്കുള്ളിൽ മുത്തുണ്ട്, അത് ചെറിയൊരു മുത്താണ്, ഒരു ജീവനുള്ള മാംസ കഷ്ണമാണ്. അതുപോലെ ലോകത്ത് കല്ലുള്ള ഒരേ ഒരു ജീവിയുള്ളൂ. അത് പാമ്പോ ആനയോ കടുവയോ സിംഹമോ ഒന്നുമല്ല, മനുഷ്യൻ മാത്രമാണ്. കിഡ്നി സ്റ്റോൺ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പൂർവികർ കഥയായി ഇങ്ങനെ ചിത്രീകരിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു, ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞാൽ രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും നാഗപഞ്ചമി ദിനങ്ങളിൽ അവിടുത്തെ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ പാമ്പിനെ ഇങ്ങനെ തൂക്കിക്കൊണ്ടുവരണം. അതിന് വേറൊരു കുഴപ്പമുണ്ട്. അതിൻ്റെ പല്ല് നീക്കം ചെയ്തിട്ടോ ഗ്ലാൻഡ് റിമൂവ് ചെയ്തിട്ടോ ആയിരിക്കാം ഇത് കൊണ്ടുവരുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പാമ്പുകൾക്ക് അങ്ങനെ പാമ്പാട്ടിയെന്നോ വാവാ തുരേഷെന്നോ ഒന്നുമില്ല. കടിക്കേണ്ട സർക്കിളിൽ കെട്ടിയാൽ കടിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. പിന്നെ ഇതൊക്കെ എന്താ പറയുക, ഇങ്ങനെ ഈ ആരാധിക്കുന്നതിനിടയിൽ തന്നെ കടി കിട്ടിയിട്ടില്ല. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഞാൻ എപ്പോഴും എതിർക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാം, ശബരിമലയിൽ സന്നിധാനത്തും പരിസരത്തും ഉണ്ടായിരുന്ന പന്നികളെ പിടികൂടി ഗവി റൂട്ടിൽ വിട്ടു. എന്ത് മണ്ടത്തരായിരുന്നു! അവിടുത്തെ വേസ്റ്റ് തിന്ന് നശിപ്പിച്ചിരുന്നൊരു ജീവിയായിരുന്നു ആ പന്നികൾ. ഒന്ന്. രണ്ടാമത്, സന്നിധാനത്ത് പാമ്പിനെ പിടുത്തക്കാരെ വിനിയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ ആവശ്യം എന്താണ്? കൊടുങ്കാട്ടിനകത്ത് അവരുടെ ആവാസ സ്ഥലത്ത് പോയി അവയെ പിടിച്ചിട്ട് താഴെ കൊണ്ടിട്ട് കൊടുക്കുന്നു. ഇതിനൊക്കെ ഞാൻ എതിർക്കുന്ന ഒരാളാണ്. അനിവാര്യമായിട്ട് ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഒരു രാജവമ്പലം നോക്കി പിടിച്ച് മാറ്റിക്കും, കുഴപ്പമില്ല. ഇത് ചുവർപ്പാമ്പ് ഒന്നല്ല, എന്നാൽ ചുവർപ്പാമ്പല്ലേ പോട്ടെ എന്ന് ചിന്തിച്ചൂടെ? കാട്ടുപാമ്പല്ലേ എലിയെ പിടിക്കുന്നതല്ലേ പോട്ടെ എന്ന് വിചാരിച്ചൂടെ? ചേര പോട്ടെ എന്ന് വിചാരിച്ചു. ഇത് എല്ലാത്തിനും പിടിച്ച് താഴെ കൊണ്ടിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ചരിത്രത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് ശബരിമല. എത്ര പാമ്പുകടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അപൂർവമായിട്ട് മാത്രം. ഇത്രയും ആൾക്കാർ കാട്ടിനകത്ത്, പണ്ട് കാലത്ത് ഒരു ഫെസിലിറ്റി ഇല്ലാത്ത സമയത്ത് ബാത്റൂമിൽ പോയതും യൂട്യൂബിലും ബസ്സിനും കാട്ടിലായിരുന്നു, ഒരാളിനെയും കടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചിരിക്കാതെ എന്താ പറയുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അപ്പോൾ ഇത്രയും നിബിഡമായ വനത്തിനകത്ത് ഇത്രയും ആൾക്കാർ അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി കാട്ടിനകത്ത് പോയിട്ട് ഒരാളിനെയും പാമ്പ് കടിച്ചിട്ടില്ല. അതുകൊണ്ടും ഇതിനെ ആരാധിക്കുന്നില്ലേ? ഇപ്പം നമ്മുടെ ഈ ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ നമ്മുടെ മണ്ണാറച്ചാല, വെട്ടിക്കോട് സ്ഥലങ്ങളിൽ ആ പരിസരത്ത് പാമ്പടിയുടെ എണ്ണം കുറവാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനം അവർ തയ്യാറാക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? കാവുകളുള്ളത് കൊണ്ടാണ്, അവർക്ക് വസിക്കാനുള്ള സ്ഥലമുള്ളത് കൊണ്ടാണ്, അവർക്ക് ഫുഡ് കിട്ടുന്നത് കൊണ്ടാണ്. ഈ കാവിൽ എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ? കാവിനകത്ത് ഉള്ള ചെടികൾ, ഒരു പുൽച്ചെടി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പഠനം നടത്തണം, അതിൻ്റെ ഔഷധ ഗുണങ്ങൾ. ഒരു പഠനവും ഇല്ല. ഇതിനൊക്കെയാണ് ഞാനിങ്ങനെ പഠനം വേണം എന്നിങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ പുതിയ തലമുറ അത് ഉൾക്കൊള്ളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആരാധിക്കുന്നതുകൊണ്ട് തെറ്റില്ല, ആരാധന വേണം, അനിവാര്യമാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് പാമ്പുള്ള സ്ഥലമാണ്. ഇവിടെ വന്ന് പിള്ളേർ വന്നു കഴിഞ്ഞാൽ കള്ളു കുടിക്കുന്ന സ്ഥലമാണ്, ലഹരി ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ കുട്ടികൾ, ചെറുപ്പക്കാർ, പയ്യന്മാരും പെമ്പിള്ളേരൊക്കെ വന്ന് ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് പോകും. ഇവിടെ ഒന്നും ഒരു പാമ്പ് കടിയോ ഒരാളിനെ ഒരു നീർക്കോലി കടിച്ചോട്ട് ഇന്നൊരു റിപ്പോർട്ടില്ല, ഇന്ന് വരെ ഇല്ല. കാരണം ഞാനിതൊക്കെ അന്വേഷിക്കുന്ന ആളാണ്. കാരണം എനിക്ക് അത് അന്വേഷിക്കേണ്ട അവകാശം എനിക്കുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരിടത്ത് ഞാൻ 3-4 മാസം രാത്രിയും പകലും പോയി കിടന്നിരുന്നു. കാരണം അവിടുത്തെ പലരും എന്നപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, പാമ്പിനെ പിടിക്കുന്ന പല ഇന്ന ആൾക്കാരുടെ കൊണ്ട് പാമ്പിനെ തുറന്നു വിടുന്നു എന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ അവിടെ പോയി കിടന്നു. ഒരാൾ ഞാൻ പിന്നെ പകലൊക്കെ ആരെങ്കിലും കൊണ്ട് ഞാൻ രാത്രി പോയി അവിടെ പാത്തിരുന്ന് ആരെയും കെട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാം ഇങ്ങനെയുള്ള പരാതി വരുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തമായിട്ട് അന്വേഷിക്കും. ശരിയാണെങ്കിൽ പരാതി കൊടുക്കും. പിന്നെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനമായിട്ട് ഒരു ചോദ്യം വേണ്ട, ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ ചോദിക്കുന്നതിൽ അവസാനത്തെ ചോദ്യം ചോദിക്കാം. 50,000-ൽ പരം പാമ്പുകളെ പിടിച്ചിട്ടുണ്ട്. അതെ. ഏറ്റവും പേടി തോന്നിയ ഒരു പാമ്പ് എപ്പോഴെങ്കിലും ചേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. എല്ലാം സിമ്പിൾ ആണോ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ കൃഷ്ണസർപ്പം രാജവെമ്പാല. 238 രാജവെമ്പാല പിടിച്ചു. അതിൽ 1-2 മാത്രമേ ഞാൻ കഴുത്തി ചുറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരെയും നന്നായിട്ട് കളിച്ച് സ്നേഹിച്ച് ഉയർത്തി ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് എല്ലാവരെയും വിട്ടത്. ഒരു കണക്ഷൻ ഉണ്ടല്ലോ ഇതുമായിട്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മളൊരു സാധാരണ പാമ്പുകൾ ബുദ്ധിയില്ലാത്ത ജീവികളും ബ്രെയിൻ കുറഞ്ഞ ആൾക്കാരാണ്. ബ്രെയിനിന് കനം കുറവാണ്. ഇതൊക്കെ മാറ്റി വെച്ചാലും കിങ് കോബ്രയ്ക്ക് കുറച്ച് വലിയ തലയാണ്. അപ്പം മറ്റ് പാമ്പുകളെ, മറ്റ് അതിഥികളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബ്രെയിൻ ഫാസ്റ്റായിട്ട് ചിന്തിക്കുന്നതാണ്. കിങ് കോബ്ര ഡെത്തും അതാണ് കാരണം. എന്ന് വെച്ചാൽ അവന് ബുദ്ധിയുണ്ട്. അവനറിയാം ഞാൻ കടിച്ചാൽ ആൾ രക്ഷപ്പെടില്ല. അതുകൊണ്ട് അവൻ അങ്ങനെ കടിക്കാറില്ല. എപ്പോഴും സൈസ് നാണം കുണുങ്ങി സ്നേക്കാണ്. അവൻ അങ്ങ് പരമാവധി ഒഴിഞ്ഞു മാറിപ്പോകുന്നത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനാണ് കൂടുതൽ താല്പര്യം, കൂടുതൽ ഇഷ്ടവും. അദ്ദേഹത്തോട് തിരിക്കുമ്പോൾ ഞാൻ വേറൊരു ലോകത്താണ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് വേറെ പ്രത്യേകത എനിക്കറിയാം. ഞാൻ എൻ്റെ കൂടെയുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് മധു സാറായിരുന്നാലും ആ സൂര്യശ്രീയൊക്കെ നിങ്ങൾ വെച്ച് ചോദിച്ചാൽ മതി. ഒരാഴ്ച കഴിഞ്ഞ് ഒരു രാജവെമ്പാല നമുക്ക് കിട്ടും. അടുത്ത ആഴ്ച കിട്ടുന്നു. അപ്പം ഞാൻ നേരത്തെ അത് സ്വപ്നം കാണും. മരത്തിൻ്റെ മണ്ടയിൽ രാജവെമ്പാല. ഞാൻ ഇവർ ചേട്ടാ റെഡിയായിരുന്നോ, അല്ലെങ്കിൽ മൗസ റെഡിയായിരുന്നു, ഞാൻ സ്വപ്നം കണ്ടിട്ട് മരത്തിൻ്റെ മണ്ടയിൽ രാജവെമ്പാല. കൃത്യം 7-8 ദിവസം മരത്തിനുണ്ട് നമ്മൾ രാജവെമ്പാല പിടിച്ചിരുന്നു. നിങ്ങൾ ചോദിച്ചു ആദ്യം ഫോറസ്റ്റുകാർ അശോത്ര ആയിക്കോട്ടേക്കോ അവരൊക്കെ നിങ്ങൾ ചോദിച്ചോ, കൃത്യം ഞാൻ പറയും സാറേ ഒരെണ്ണം കണ്ടിട്ടുണ്ട്, റെഡിയായിരുന്നു, നമ്മൾ എപ്പോഴും വരാമെന്ന് പറയും. ഇന്ന സ്ഥലത്താണെന്ന് കറക്റ്റ് അതായിരുന്നു. അതിന് യാതൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഈ പാമ്പ് കടികളായിരുന്നാലും രാജവെമ്പാലയുടെ കേസുകളായിരുന്നാലും എൻ്റെ കുട്ടി അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്ക് മുന്നേ ഞാൻ കോട്ടയത്ത് കോട്ടയത്തിനപ്പുറത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ എൻഗേജ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കാർ ഓടിപ്പോയ കാറിലെ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു, മച്ചാനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്തോ എനിക്ക് മനസ്സത്ര സുഖമില്ലെന്നാണ്. ഞങ്ങൾ കല്യാണ മണ്ഡപത്തിൻ്റെ ഒരു 5 കിലോമീറ്റർ ഇപ്പുറത്ത് ഞങ്ങളെ വണ്ടി ആക്സിഡൻ്റ് ആവുന്നു. 5 കിലോമീറ്റർ ഇപ്പുറം. ഞാനത് പറഞ്ഞു കൊടുക്കും പുള്ളിയിട്ട്. ഞാൻ അപകടം സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. 5 കിലോ അതിൽ നിലവിൽ വെച്ചാൽ എൻ്റെ കാർ ഇടിച്ച സമയത്ത് ഞാൻ ഡ്രൈവറോട് പറഞ്ഞു സൂക്ഷിക്കണം. പോത്തൻകുടത്ത് പോയിട്ട് വന്നപ്പോൾ അമ്പിച്ചേട്ടനോട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. കോഴിക്കോട് പോയിട്ട് വന്നപ്പോൾ അതിയോട് പറഞ്ഞു. എല്ലാം ഞാൻ അപകടത്തിൽപ്പെട്ടു. എല്ലാം എനിക്കത് എന്താ പറയുക, അത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പാമ്പുകളാണ് എനിക്ക് വരാനിരിക്കുന്ന മെസ്സേജ്. അയ്യർ ദി ഗ്രേറ്റിൽ മമ്മൂട്ടി സാർ പറയും പോലെ അദ്ദേഹം ഈ ഹൈറ്റിൽ കയറിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയത്തിൽ അല്ലെങ്കിൽ തലയ്ക്ക് ബ്രെയിനകത്ത് പ്രവർത്തിച്ച ഒരു 6ാം ഇന്ദ്രിയം എന്ന് പറഞ്ഞ കണക്ക് എനിക്കിതെല്ലാം നേരത്തെ മനസ്സിലായി. അത് ഞാൻ എൻ്റെ പാമ്പുകളെ ആരാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ വേറെ ഒന്നിനെയും അങ്ങനെ അമിതമായിട്ട് വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ പാമ്പിനെ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു. അതെൻ്റെ മാത്രം കാര്യമാണ്, എൻ്റെ മാത്രം അവകാശമാണ്. അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ഒരാളിനും അധികാരമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ഷേത്രാവിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങളുടെ ഗ്ലോബൽ വിഷനിൽ 1 മാസം ഓടിയാലും തീരാത്തത്രയും കഥകളുണ്ട്. കഥകളുടെ യാഥാർത്ഥ്യം. കഥകളെന്ന് പറയുന്നത് എന്താ പറയുക, പൊലിമയോടുകൂടി പറയുന്നത്. ഇതെല്ലാം ഇത് അനുഭവങ്ങളാണ്. നമ്മളെ എന്താ പറയുക, ഹരിശ്രീ അശോകൻ സാർ പറയുന്നത് അനുഭവങ്ങൾ പാച്ചാളികൾ, അനുഭവങ്ങൾ പാഠമാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇപ്പം നമ്മുടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എന്നെ വിളിക്കാണ്. ജയറാം സാറൊക്കെ വിളിച്ച് എനിക്ക് അപകടത്തിൽ കിടക്കുമ്പോൾ വിളിച്ച് ചോദിക്കാറുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ മല്ലിക മേഡം, അതുപോലെ മല്ലിക സുമാരൻ പുള്ളിക്കാരത്തി, ഒരുപാട് ഒത്തിരി പേര് എപ്പോഴും എന്നെ വിളിക്കുന്നത് സുരേഷ് ഗോപി സാറായിരുന്നു. പിന്നെ ഗണേഷ് സാറ്, ഒരുപാട് പേര് വിളിക്കുകയാണ്. അതൊക്കെ നമ്മളെപ്പോലുള്ളവർക്ക് ഒരു അസറ്റല്ലേ, എന്താ പറയുക, ഒരു മുതൽക്കൂട്ടാണ്. അതിന് യാതൊരു സംശയം. നമ്മളൊക്കെ വിളിക്കേണ്ട കാര്യം അവർക്ക് എന്തായിരിക്കുന്നു, ഒരു കാര്യമില്ല. വാവാതുരി എവിടെ കിടക്കുന്നൊരു വാവാതുരി, 3 പാമ്പിനെ പിടിച്ചുകൊണ്ട് കിടക്കുന്നൊരു വാവാതുരിനെ വിളിച്ച് കിടക്കേണ്ട കാര്യം അവർക്ക് എന്താ, ഒരു കാര്യം. അവർക്ക് അവരുടെ മണ്ഡലങ്ങളിൽ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ വേറൊരു സന്തോഷമുണ്ട് കേട്ടോ. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന നല്ല എന്തായാലും ഗ്രീൻ സിറ്റിയിൽ അറിയപ്പെടുന്ന ആൾക്കാർ ഇപ്പോൾ വെച്ചിരിക്കുന്ന നാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, അതുപോലെ ഇവിടുത്തെ മുഖ്യമന്ത്രിമാർ, അവരൊക്കെ ഫോട്ടോ വെച്ചില്ല. എൻ്റെ ഒരു ഫോട്ടോ മേളറ്റത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, വർഷങ്ങൾക്ക് മുന്നേ വെച്ചാൽ. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഈ അടുത്ത 2 മാസം മുന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള എനിക്കാണ് ഈ ഒരു വ്യക്തിഹത്യാപരമായിട്ട് നമ്മുടെ നാട്ടിൽ കിടക്കുന്നത്. ചോദ്യം ചെയ്യാനൊന്നും ആരുമില്ല. ചില സമയത്ത് ആലോചിക്കേണ്ട ഒരു നിരാഹാര സമരമോ ഒരു സൂയിസൈഡോ ഒക്കെ ചെയ്താൽ എന്താണ്. ഈ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പ്ലാൻ ചെയ്തു. എന്താണെന്ന് അറിയാമോ,
എന്നെ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ ഞാൻ പിടിക്കുന്ന പാമ്പുകളെ ഒരു 5-8 പാമ്പുകളെ ഒരു 10 പാമ്പുകളെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും വനം വകുപ്പിൻ്റെ ഓഫീസിനകത്ത് കയറി ഓഫീസർ ഇരിക്കുന്ന റൂമിനകത്ത് കയറി ഡോർ ലോക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് ആത്മഹത്യ ചെയ്താലോ എന്ന് ദൈവം ഞാൻ വിശ്വസിക്കുന്ന പാമ്പുകളാണ് സത്യമായിട്ട് ഞാൻ പറയുന്നത്. ആത്മഹത്യ ചെയ്യാൻ മാത്രമുള്ള അല്ല, അത്രയ്ക്ക് മാനസിക പീഡനം ഉണ്ടെന്നേ. നിങ്ങൾ വേറെ കണക്ക് നിങ്ങളിപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വരയ്ക്കും എന്തെന്ന് ഭയങ്കര മാനസിക പീഡനമാണെന്നേ. മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെ സൗകര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ചിന്തിക്കില്ലേ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ പറയുന്നൊന്നും അല്ല മാനസിക പീഡനം. ഇതിനേക്കാളൊക്കെ ഒരുപാട് മേളിലാണ് നിൽക്കുന്നത്. ഞാൻ ചുരുക്കി തമാശ പറയുന്ന രീതി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് കൂട്ടി എന്നുള്ളതാണ്. പിന്നെ എല്ലാത്തിനെയും അതിജീവിക്കാനുള്ളൊരു മനസ്സുണ്ട്. പിന്നെ എപ്പോഴാണ് മനുഷ്യൻ്റെ സമനില തെറ്റിപ്പോണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. എന്തായാലും എല്ലാത്തിനെയും അതിജീവിച്ച് പ്രതികരിക്കണം. പരമാവധി പ്രതികരിച്ച് മുന്നോട്ട് പോകുന്നു. ഇനി നാളെ എന്നുള്ള സ്വപ്നം എനിക്കില്ല. ഈ നിമിഷം, ഈ സെക്കൻഡ് എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അത്രയ്ക്ക് ഞാൻ കാര്യങ്ങൾ ഒരു നിമിഷം പോലും ഞങ്ങൾക്കറിയാം. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഉണ്ടായിരിക്കുന്നത് എൻ്റെ മൊബൈൽ നോക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം വിളിച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ക്യാമറയുടെ ബാറ്ററി ഒന്ന് വീക്കായ സമയം ഒന്ന് ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കൊരു കോൾ വന്നു. ഞാൻ ഉടനെ കോൾ എടുത്തു. കൊല്ല ഉപാസനയിൽ ഇന്നലെ ഒരു കടി കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞ് പേടിക്കേണ്ടല്ല, നിങ്ങൾ അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്താന്ന് പറഞ്ഞപ്പോൾ അവർ ട്രിവാൻഡ്രത്ത് കിംസിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ കിംസിലെ ഡോക്ടർ എന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല, വാർഡിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഞാൻ വിത്തിൻ സെക്കൻഡ്സ് അവർക്ക് ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാനൊരു മഹത് വ്യക്തി എന്നല്ല, ഞാൻ ഒരു സാധാരണക്കാരനായ ഒരു കൂലിപ്പണിക്കാരനാണ്. ഞാൻ അറിയാമല്ലോ ഞാൻ ഒരു പാമ്പിനെയൊക്കെ പിടിക്കാൻ പോകുന്ന സമയത്ത് വെട്ടിക്കോരലും കളയലും ഒക്കെ ഞാനാണ് ചെയ്യുന്നത്. എനിക്കൊരു പണിയിലും ഒരു മടിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിത രീതികൾ. അപ്പോൾ അതിലുപരി നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഗ്ലോബൽ വിഷനിലെ പ്രേക്ഷകർ അവിടെ കാണുന്ന പഠിക്കുന്ന കുട്ടികളോട് അല്ലെങ്കിൽ അറിവ് നേടാൻ ശ്രമിക്കുന്നവരോട് ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഇവർക്ക് അറിയാനുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിലൂടെ എൻ്റെ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും എന്നെക്കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാത്ത അറിവാണെങ്കിൽ പോലും സ്റ്റഡി ചെയ്യുന്ന വേറെ ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരിൽ നിന്ന് ആ അറിവ് പകർന്ന് ഇവർക്ക് കൊടുക്കാൻ എനിക്ക് മനസ്സുണ്ട്. എന്നുവെച്ചാൽ അടുത്ത തലമുറ ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാതെ നമ്മുടെ രാജ്യത്ത് തന്നെ നിൽക്കട്ടെ. അവരുടെ ബുദ്ധി നമ്മുടെ തലമുറയ്ക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം എന്ന് ആദ്യമാർന്നോട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവർക്ക് അതിന് വേണ്ടുന്ന ഇൻകവും കൂടി ഇവിടെ കിട്ടണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ ശമ്പളം കുറവായതുകൊണ്ട് ആ ശമ്പളം നമ്മുടെ നാട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ അവരുടെ ഈ ഇത്രയും കാലത്തെ പഠനങ്ങൾ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ നാട് എന്തായിരിക്കും അവസ്ഥ, എത്ര മെഡിസിൻ ഡെവലപ്പ് ചെയ്ത് നമുക്ക് മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിസ്സാരമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ നമ്മൾ മരിച്ചിനി കപ്പ എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മളധികം പ്രാധാന്യം കൊടുക്കാറില്ല. പിന്നെ ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് കപ്പ കഴിക്കുമ്പോൾ ചട്നി കഴിക്കാൻ പാടില്ല. കപ്പ എപ്പോഴും കഴിക്കുന്നത്, കപ്പ കഴിച്ചിട്ട് 200ഓളം പേരാണ് ലോകത്തിൽ മരണപ്പെടുന്നത് ഒരു ശരാശരി വർഷത്തിൽ. അപ്പോൾ അത് കുറയ്ക്കാൻ, അതിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മീനും ചിക്കനും ബീഫോ കഴിക്കണമെന്നാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾ ഈ നിസ്സാരമായിട്ട് കാണുന്ന കപ്പയിൽ നിന്ന് നമ്മൾ ഹാർട്ട് ഓപ്പൺ സർജറിക്ക് നൂല് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ എത്ര ഒരു വിശ്വസിക്കും. നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ തിരുവനന്തപുരത്താണ് കണ്ടുപിടിച്ചത്. നമ്മുടെ ട്രിവാൻഡ്രത്ത് CTCRIയിലാണ് കണ്ടുപിടിച്ചിട്ട്, സെൻട്രൽ ട്യൂബർ കോർപ്പസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അറിയാമോ നിങ്ങൾക്ക്? അപ്പം നമ്മുടെ നാട്ടിലായതുകൊണ്ട് നമുക്കതിന് വരില്ല. അപ്പോൾ ആ പഠനങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കി ഈ പഠനം പുറത്ത് വിറ്റാൽ തന്നെ എത്ര കോടാനുകോടി രൂപ നമ്മുടെ രാജ്യത്ത് നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ സംസ്ഥാനത്തിന് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കണം, പഠനങ്ങൾ വെക്കണം. എനിക്ക് എൻ്റെ ഈ വീഡിയോ കാണുന്ന പുതിയ നമ്മുടെ വനംവകുപ്പ് മന്ത്രിയായ ആരാധ്യനായ വനംവകുപ്പ് മന്ത്രിയുടെ ഒരു താഴ്മയായിട്ടൊരു അപേക്ഷയുണ്ട്. ഈ ഒറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കിക്കൊണ്ട് ചില വ്യക്തിപരമായിട്ടുള്ള ചില ഓഫീസർമാരുടെ ഈ ഒരു പീഡനങ്ങൾ അവസാനിപ്പിക്കാനുള്ളൊരു വഴി നിങ്ങൾ കണ്ടെത്തണം. ഇയാളുടെ പീഡനം സഹിക്കാൻ വയ്യാതെ ഒരുപാട് ചെറുപ്പക്കാർ മാറി നിൽക്കുന്നു. അവർ എക്സ്പീരിയൻസുള്ള ഒരുപാട് പാമ്പ് സംരക്ഷകർ നമ്മുടെ ഭാരതത്തിലുണ്ട്, കേരളത്തിലുണ്ട്. അവരെന്നും അവരുടെ അറിവുകൾ പോലും നമ്മൾ പഠനമാക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ അവയർനെസ് ക്ലാസ്സുകളിലേക്ക് ഈ അറിവുകളുള്ള ആൾക്കാരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുക. പാമ്പ് എന്താണെന്നാണ്, പാമ്പിനെ ആദ്യം വനംവകുപ്പ് നിർത്തേണ്ട ഒരു കാര്യം, പാമ്പിനെ പിടിക്കാനുള്ള ട്രെയിനിങ് ക്ലാസ്സുകൾ ഒഴിവാക്കുക. കാരണം ഈ ജീവി ഭൂമിയിൽ ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ലോകത്തിലെ വന്യജീവി സംരക്ഷണ ആക്ട് പ്രകാരം ഒരു പാമ്പിനെ 1-2 പ്രാവശ്യം ഒരാളിന് പിടിക്കാം. ഇത് ഒരു പാമ്പിനെ വെച്ച് 150 പേർക്ക് ട്രെയിനിങ് കൊടുക്കും. ആ പാമ്പ് മരണപ്പെടും. ഈ പാമ്പിനെ ഇതിൻ്റെ പല്ലുണ്ടോ എന്ന് ആരെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഒരു ഡോക്ടർ ഇൻസ്പെക്ഷൻ നടത്തണമെന്നുള്ളതാണ്. ക്ലാസ് എടുക്കുന്നതിന് മുന്നേ പാമ്പ് ഹെൽത്തി ആണോ, ഇതിൻ്റെ പല്ലുണ്ടോ, വെനമുണ്ടോ, അത് കഴിഞ്ഞിട്ടും അത് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ്. ഇവിടെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഗ്ലോബൽ വിഷൻ
ഗ്ലോബൽ വില്ലേജ്. ഗ്ലോബൽ വില്ലേജ്. നേരത്തെ പേര് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം 1000 കാര്യങ്ങളോട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ചാനലിലെ കൂട്ടുകാരോട് പറയാനുള്ളത്, നമുക്കൊരുപാട് അറിയാനുണ്ട്. ഈ പരമാവധി ഈ വീഡിയോ ഇത് കാണുന്നവർ നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താതിരിക്കാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കണം. ഇത് ഇവർ പറഞ്ഞിട്ടോ ഒന്നുമല്ല, നമ്മുടെ കിട്ടുന്ന അറിവുകൾ അടുത്ത തലമുറയ്ക്ക്, ഇതിപ്പോൾ നമുക്കറിയാം മറ്റ് രാജ്യങ്ങളിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും, എല്ലാ സംവിധാനങ്ങളും നമ്മളെ സംവിധാനങ്ങളിലുണ്ട്. അപ്പോൾ പരമാവധി എല്ലായിടത്തും ഇത് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എൻ്റെ കാണുന്നവർ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കണം എന്നുകൂടി എനിക്ക് ഈ അവസരത്തിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ഇത്രയും സമയം, എൻ്റെ അടുത്ത് 30 മിനിറ്റാണ് പറഞ്ഞത്, ഞങ്ങൾ ഏകദേശം 2 മണിക്കൂറോളായി ഇരുന്നിട്ട് ഇത്രയും സമയം ക്ഷമയോടുകൂടി ക്ഷമയോടുകൂടി ഇതെല്ലാം കേട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച പ്രിയപ്പെട്ട സഹോദരിക്ക്, അതുപോലെ നമ്മുടെ ക്യാമറ നല്ല വെയിലുണ്ടെങ്കിൽ അവർ അതുപോലെ തന്നെ നല്ല സഹകരിച്ച ക്യാമറ ക്രൂകൾക്കും പ്രിയപ്പെട്ട കൂട്ടുകാരനും സഹോദരിക്കും ഒക്കെ എല്ലാം ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല കഷ്ടപ്പെടുന്നത്, എൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരുപാട് ഞാൻ ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതാരും അറിയാറില്ല, അത് ഒരിക്കലും ആരും അറിയാറില്ല. എപ്പോഴും വാവാ സുരേഷ് കഴിവുകളാണ് കാണിക്കുന്നത്. പക്ഷേ വാവാ സുരേഷ് ഒരു ചുക്കും ചുണ്ണാമ്പും അല്ല. എൻ്റെ പുറകിൽ നടക്കുന്ന ഒരുപാട് പേര്, ഞങ്ങൾക്ക് വീണ് കിടക്കുമ്പോൾ എനിക്ക് എന്നെ കാര്യങ്ങൾ നോക്കുന്ന കുറേ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ അവരൊക്കെ മുന്നിൽ വരേണ്ടവരാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ഗ്ലോബൽ വില്ലേജിലെ പ്രിയപ്പെട്ട എല്ലാ അണിയറ പ്രവർത്തകർക്കും എല്ലാവിധ നന്മയും ഐശ്വര്യം ഭാവവും നേരുന്നു. അതിൽ ഈ മറന്നുപോകാതിരിക്കുക, ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് എല്ലാ കരങ്ങളിലും നമ്മുടെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും അവരുടെ സുഹൃത്തുക്കൾക്കൊക്കെ എത്താൻ കഴിയട്ടെ. അതിന് നിങ്ങൾ ശ്രമിക്കണം. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ പ്രോഗ്രാമിന് ഈ സാധാരണക്കാരനെ എന്നെ നിങ്ങൾ തീരുമാനിച്ചു. എന്നെക്കാളും ഒരുപാട് കഴിവുള്ള അറിവുള്ള പാമ്പുകളെ കുറിച്ച് സയൻറ്റിസ്റ്റുകൾ ഒത്തിരി പേരുണ്ടായിരുന്നിട്ട് പോലും എന്നെ തേടി വന്നതിന് വളരെ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള നമ്മളെ ഗ്ലോബൽ വില്ലേജ് കാണുന്ന എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നല്ല വാർത്തകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സന്തോഷം. ഒരുപാട് സന്തോഷം.